ഇപ്പൊ നമ്മളെ വീട്ടുകാര് ഇത് ചെയ്യുന്ന സമയത്ത് അവർ ഭരണഘടനയ്ക്കൊക്കെ പുല്ലുവിലയല്ലേ കൊടുക്കുന്നത്? അങ്ങനെയല്ല, അത് ഓർക്ക് തോന്നാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ ജീവിച്ചിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. അവർ പറഞ്ഞത് നീ വീട്ടിലൊക്കെ കയറണമെങ്കിൽ കലിമേലാണെന്നാണ് പറയുന്നത്. അപ്പോഴോ? അല്ല, അത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് താമസിക്കാം, നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് താമസിക്കാം, അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ ഒരു പെൺകുട്ടിയാണ്, അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ആൺകുട്ടി തന്നെയാണെങ്കിൽ പഠിക്കുന്ന പ്രായമൊക്കെയാണ്. എത്ര ആളുകളാണ് നമ്മളെയൊക്കെ വിളിക്കുന്നതെന്ന് അറിയോ വീട്ടിൽ നിന്ന് പ്രശ്നമായിട്ട്? അല്ല, അത് ഓരോരുത്തർക്കും ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇതനുസരിച്ച് ജീവിക്കുക. പിന്നെ നമ്മൾ കുടുംബപരമായിട്ട് നമ്മൾ ആദ്യം അങ്ങനെ ആകുമ്പോൾ അത് എന്നും ഇതാകുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും. കാരണം എന്റെ മോൻ ഇങ്ങനെ നിങ്ങൾ ആള് മാന്യനാണ്. അല്ല, അങ്ങനെയല്ല, എനിക്ക് ഇന്റേതായ ഞാനിപ്പോ സ്കെച്ച് പോകുന്നതാണ് കേട്ടോ. അത് അതൊക്കെ നിസ്കരിച്ചോളൂ. ഇപ്പൊ ഞാനിപ്പോ പള്ളിയിൽ ഇരുന്ന് അതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചവനോട് പറഞ്ഞു. നമ്മൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസമല്ല നിങ്ങളുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം നിങ്ങളുടെ വിശ്വാസം ഏറ്റവും മുന്തിയതാണ്, മറ്റുള്ള വിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി സോഷ്യൽ ഇഷ്യൂ ആകുമ്പോഴാണ് നമ്മുടെ പ്രശ്നമാവുന്നത്. ഓക്കെ, അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് നമുക്ക് തമ്മിൽ എന്താ പ്രശ്നമുള്ളത്?